ഹായ് എവരിവൺ. അങ്ങനെ നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിൽ വലിയൊരു കള്ളക്കേസിൽ പെടുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ രാഹുലിന് പറയാനുള്ളത്? രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, എനിക്ക് പേഴ്സണലി ഭീഷണിയാണ്. രാഹുൽ മങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് കുറേ പേര് എന്നെ അൺഫോളോ ചെയ്തു പോവുകയാണ്. എന്താ അല്ലേ, നമ്മൾ സത്യത്തിനൊപ്പമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരും എൻ്റെ ഈ ചാനൽ തന്നെ പോയാലും പ്രശ്നമില്ല, സത്യത്തിനൊപ്പം നിൽക്കും. ഇന്നലെ മാത്രം, അതായത് ഞാൻ ഷാഫി പറമ്പിൽ റിലേറ്റഡ് ആയ ഒരു വീഡിയോ ഇട്ടിരുന്നു. കുറേ പേര് അൺഫോളോ ചെയ്യുന്നു, ചെയ്യട്ടെ, ഒരു പ്രശ്നവുമില്ല. മരിക്കോളം രാഹുലിനൊപ്പമാണ്. കാരണം രാഹുലിന്റെ ഭാഗത്താണ് ശരിയുള്ളത്. അതുകൊണ്ട് രാഹുലിനൊപ്പം മാത്രമേ നിൽക്കും. അപ്പോൾ എന്താണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ അവസരത്തിൽ പറയാനുള്ളത്? നിങ്ങൾ നോക്കണം, രാഹുലിന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് വന്നതാണ്. സത്യമേ ജയതേ. അതിനുശേഷം അതിൻ്റെ താഴെ എഴുതിയത്, കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളോടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും. അതാണ് രാഹുൽ പറഞ്ഞത്. ഒരു കാര്യം പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ, ഒരു പെണ്ണ് രാഹുലിനെ പ്രണയിക്കുന്നു. നിന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പ്രണയിക്കുകയാണ്. അതിനുശേഷം അവരുടെ രണ്ടുപേരുടെയും സമ്മതപ്രകാരം അവർ ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ആ ബന്ധപ്പെടുമ്പോൾ രാഹുൽ പറയുന്നു, നമുക്ക് കുഞ്ഞ് വേണം, നമ്മൾ ആദ്യം ഒരു കുഞ്ഞ് ഉണ്ടാക്കണം, അതിനുശേഷം വിവാഹം ചെയ്യാം. ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരാണ് ഒരു പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഒരു പീഡന വീരനാണെങ്കിൽ അദ്ദേഹം കുഞ്ഞ് വേണമെന്ന് ഒരിക്കലെങ്കിലും പറയോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കുഞ്ഞ് വേണമെന്ന് ഒരിക്കലെങ്കിലും പറയോ? കുഞ്ഞ് വേണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് കുടുംബമായി ജീവിക്കണം, അതിനല്ലേ കുഞ്ഞ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് കുഞ്ഞ് വേണ്ട. അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ കുഞ്ഞ് വേണമെന്ന് പറയുമ്പോൾ ഈ സ്ത്രീ പറയുകയാണ് കുഞ്ഞ് വേണ്ട. എന്താണ്? ഈ സ്ത്രീക്ക് വേറൊരു പുരുഷനുമായി ഈ സ്ത്രീ വിവാഹം കഴിഞ്ഞു എന്നതാണ് സത്യം. രാഹുൽ മങ്കൂട്ടത്തിലിനെ ഈ സ്ത്രീ ചതിക്കുകയായിരുന്നു. ഇതൊക്കെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തതാണോ എന്ന്, അതായത് ഈ സ്ത്രീ രാഹുൽ മങ്കൂട്ടത്തിലിനെ പ്രണയിച്ചതടക്കം ഒരു പ്ലാനിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ആരോ ഈ സ്ത്രീക്ക് പൈസ കൊടുത്ത് പ്രണയിക്കൂ എന്ന് പറഞ്ഞ് പ്രണയിപ്പിച്ചതാണോ, അതിനുശേഷം ഇങ്ങനെ ശാരീരികമായി ബന്ധപ്പെടുത്തുകയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. ശ്രീ അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ ഉപമ എനിക്ക് ഇഷ്ടമായി. ആ ഉപമ ഒന്ന് ഓർത്ത് വെക്കേണ്ടി വരും. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന സീരിയസ് കാര്യം. ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം, മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം. നോക്കൂ, ഇതാണ് ആണത്തം. ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ. അതായത് അഭിലാഷാണ് അവിടെ ന്യൂസ് അവിടെ മെയിനായിട്ടുള്ളത്. ഈ പറയുന്ന അഭിലാഷ് രാഹുൽ ഈശ്വർ പറയുന്നത്, രാഹുൽ ഈശ്വറിനെ പറയാൻ സമ്മതിക്കുന്നില്ല. അഭിലാഷ് പറയുന്നതെല്ലാം ശരി. അതായത് രാഹുൽ ഈശ്വർ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അഭിലാഷ് പറയുകയാണ് തെറ്റ്. അപ്പോഴാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്നത്, ഞാൻ പറയുന്നതിൽ, അതായത് രാഹുൽ ഈശ്വർ പറയുകയാണ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യോ, അതായത് എന്നെ സംസാരിക്കാൻ വിടൂ, ഞാൻ എന്തെങ്കിലും തെറ്റായി പറയുന്നുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും? ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറച്ചു വെച്ചു എന്നുള്ളത് രാഹുൽ ഈശ്വറിന് ഒരു സെക്കൻഡ്. അപ്പൊ അഭിലാഷ് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു, പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ആ പെൺകുട്ടി 2024 ഓഗസ്റ്റിൽ മാരീഡ് ആയിരുന്നു, മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷിന് തർക്കമില്ലല്ലോ. എനിക്ക് തർക്കമില്ല. നന്നായി. അതെ പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്, എന്തിനാണ് ഈ പെണ്ണ് വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ്, കുറേ വർഷമൊന്നും ആയിട്ടില്ല, 2024 വിവാഹം കഴിഞ്ഞത്, ഏകദേശം 8-9 മാസമാണ് വിവാഹം കഴിഞ്ഞിട്ട് ആയത്, അതിനും താഴെയാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്ര വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമായ ഒരു സ്ത്രീ വേറൊരു പുരുഷനുമായിട്ട് എന്തിനാണ് പ്രണയം നടിച്ചത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? നമ്മൾ ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പെണ്ണിൻ്റെ പേര് പറയുന്നില്ല, പെണ്ണിൻ്റെ അഡ്രസ്സ് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, അവർക്കൊപ്പമാണ് നമ്മളുള്ളത്. പക്ഷെ എന്നാലും ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? വേറൊരു പുരുഷനുമായി വിവാഹം ചെയ്ത പെൺകുട്ടി എന്തിനാണ് രാഹുൽ മങ്കൂട്ടത്തിനെ പ്രണയം നടിച്ചത്? എന്തിനാണ് രാഹുൽ മങ്കൂട്ടത്തിന് സ്വന്തം സമ്മതത്തോടെ ശാരീരികമായി ബന്ധപ്പെടാൻ പോയത്? അത് അവരുടെ ഇഷ്ടമാണ്, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ചോദിക്കപ്പെടണം. എൻ്റെ ഒരു സംശയമാണ്, എൻ്റെ സംശയം മാത്രമാണ്, ഇതൊക്കെ വെൽ പ്ലാനഡ് ആണോ? നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ
ഇങ്ങനെ എഴുതി വെച്ചുണ്ടാക്കിയ പ്ലാൻ ആണോ ഈ പെൺകുട്ടിയെ വെച്ച് രാഹുൽ മങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്ലാൻ ആണോ എന്നൊന്നും, അതായത് ഈ പ്രണയം രാഹുൽ മങ്കൂട്ടത്തിലിനെ ഈ പെണ്ണ് അതായത് പ്രണയം നടിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരു പ്ലാനിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പ്രേക്ഷകർ കേൾക്കണേ. ആ പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് മുമ്പോട്ട് പോകും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേൾക്കുന്ന മലയാളി പ്രേക്ഷകർ, ഞാൻ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും റിവീൽ ചെയ്യില്ല, ആ പെൺകുട്ടിയെ കുറിച്ച് ഒന്നും പറയില്ല. ആ പെൺകുട്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നും പറയില്ല. കാര്യം നമ്മുടെ നാട്ടിൽ പരാതിക്കാരെ കുറിച്ച് അങ്ങനെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം എങ്ങനെ തെറ്റുകാരനായി? കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു. ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത്. അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കും? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ എന്തിനാണ് ഇതിപ്പോൾ അവസാനം ബ്രേക്കപ്പ് ആയല്ലോ, ഇതൊക്കെ നടന്ന വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. വരുന്ന വോയിസ് നമ്മൾ കേട്ടിട്ട് രാഹുലും ഈ പറയുന്ന പെണ്ണും പ്രണയത്തിലായിരുന്നു, ശാരീരികമായി ബന്ധപ്പെട്ടു, അങ്ങനെയൊക്കെയാണ് വോയിസ് ക്ലിപ്പിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, എന്തിനാണ് ഈ വിവാഹം രാഹുൽ ഒഴിഞ്ഞത്, ഇവളെ വേണ്ട എന്ന്? ഒരു പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്? അങ്ങനെയല്ലേ പെണ്ണ് ഇന്നലെ മുഖ്യമന്ത്രി ഓഫീസിൽ പോയി പരാതി കൊടുത്തത്, എന്നെ അതായത് വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയാണ് കൊടുത്തത്. അപ്പം ഞാനൊരു കാര്യം പറയുകയാണ്, രാഹുൽ ഒരു പൊളിറ്റിക്സനാണ്. അപ്പോൾ രാഹുലിനൊരു പെണ്ണ് നല്ലോണം പ്രണയിക്കുന്നു, അവസാന നിമിഷം ഒരു സുപ്രഭാതത്തിൽ അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം രാഹുലിന് അറിയുകയാണ് ഈ പെണ്ണിന് വേറൊരു പുരുഷനുമായിട്ട് വിവാഹം കഴിച്ചൊരു പെണ്ണാണ്. ഈ അടുത്തായിട്ട് എന്തോ ഒരു കശപിശ തോന്നുകയാണ്, ഇതൊരു ചതിയാണോ എന്ന് രാഹുലിന് മനസ്സിലാവുകയാണ്. അങ്ങനെ രാഹുൽ മനഃപൂർവ്വം മാറി നിന്നതാണെങ്കിലോ? അല്ലെങ്കിൽ ഒരു കാര്യം, ഇപ്പോൾ എന്നൊരു പെണ്ണ്, ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, എന്നൊരു പെണ്ണ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു എക്സാമ്പിളാണ്, ഓക്കെ, ശാരീരികമായി ബന്ധപ്പെട്ടു, ഞങ്ങൾ അതായത് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് മനസ്സിലാവുകയാണ് ഈ പെണ്ണിന് വേറൊരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ വേറെ വിവാഹം കഴിച്ചു. അപ്പം ഞാനെങ്ങനെ കേറ്റും? ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യമായിരുന്നില്ല സാർ, ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു, കുടുംബം വേണമെന്നായിരുന്നു. പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ചൊരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും? ആ യഥാർത്ഥത്തിൽ 2 വർഷത്തിന് ഈ 1 വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ പലരുടെയും ആക്ഷൻ കാരണം 2 ചെറുപ്പക്കാരുടെ ജീവിതമാണ്. നോക്കൂ, ഇത് അഭിലാഷ് ചോദിച്ച് മേടിച്ചതാണ്. രാഹുൽ ഈശ്വർ ആദ്യം മുതൽ സാറേ സാറേ എന്നാണ് അഭിലാഷിനെ വിളിച്ചത്. അതായത് നമ്മുടെ മീഡിയാസിന് ഇപ്പോൾ എനിക്കെതിരെ ഏതെങ്കിലും ഒരു പെണ്ണ് കള്ളക്കേസ് കൊടുത്തു, ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ്, മീഡിയാസ് അതിനെ പൂർണ്ണമായി വിശ്വസിച്ച് എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ നിരത്തി പറയുകയാണ് ഞാൻ പീഡിപ്പിച്ചു എന്ന്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് ഉള്ളതാണോ ഇല്ലാത്തോ? ഇപ്പോൾ നോക്കൂ, രാഹുൽ ഈശ്വർ ഇത്രയധികം കാര്യങ്ങൾ പറയുമ്പോഴും അഭിലാഷ് പറയുകയാണ് അല്ല, രാഹുൽ പീഡിപ്പിച്ചു, അങ്ങനെ വരുത്തി തീർക്കുകയാണ്. അങ്ങനെയല്ലല്ലോ, ന്യൂസ് ചാനലൊക്കെ 2 ഭാഗവും കേൾക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ, ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗം മാത്രം കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ ഭാഗവും കേൾക്കണം, അതിനുശേഷം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഭാഗവും കേൾക്കണം. ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ ഒരു പുച്ഛം, അതെന്താണ്? അത് വളരെ വളരെ തെറ്റാണ്. ഓക്കെ, മാധ്യമപ്രവർത്തകരൊക്കെ ഈ ചെയ്യുന്നത് വളരെ വളരെ തെറ്റെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അടുത്ത ഭാഗം കൂടി കേട്ട് നോക്കാം. കഴിഞ്ഞ 4 മാസമായി ഇതേപോലെ ന്യായങ്ങൾ ചമച്ചാണ് അത് ഈ നിലയിൽ വഷളായത്. ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹിതയാണ് എന്ന കാര്യം പിന്നീടാണ് എന്നൊക്കെയുള്ള വാദം എന്തായാലും രാഹുൽ വ്യക്തികൾ തമ്മിൽ അവരുടെ കൺസെന്റോടുകൂടി അവർക്കിടയിൽ ഉണ്ടാവുന്ന ലൈംഗികത എന്ന് പറയുന്നത് ക്രിമിനലൈസ് ചെയ്യണമെന്ന അഭിപ്രായം എനിക്കില്ല. എന്താണ് അഭിലാഷ്, സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ ആവുന്നതിൽ വളരെ വളരെ വിഷമമുണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ സംസാരിക്കാൻ വിടുന്നില്ല. അതായത് ഈ പറയുന്ന അഭിലാഷ് വിചാരിക്കുന്നത് രാഹുൽ ഈശ്വർ അവിടെ ചർച്ചയിലിരുന്ന് പറയണം, രാഹുൽ മങ്കൂട്ടത്തിന് ഉടനെ അറസ്റ്റ് ചെയ്യുക, അവൻ അങ്ങനെ ചെയ്ത തെറ്റാണെന്ന് പറയണം. ഭാഗം കേൾക്കണ്ടേ? രാഹുൽ ഈ പറയുന്ന ഇലക്ഷൻ്റെ സമയമാണ്, ഇപ്പോൾ എന്ത് കിട്ടിയാലും കൊണ്ടുവരും. ഞാൻ പറയുന്നത് ഇതിനെ, അതായത് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തോട് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ വേണ്ടി. എന്തിനിങ്ങനെ പറയുന്നു? അതായത് രാഹുൽ മങ്കൂട്ടത്തിലും ഈ പറയുന്ന പെണ്ണും എങ്ങനെയാണ് റിലേഷൻ തുടങ്ങിയത്, ആദ്യം തൊട്ട് എങ്ങനെയാണ് റിലേഷൻ തുടങ്ങിയത്, അവിടെ മുതൽ അന്വേഷിക്കണം. കാരണം ഈ റിലേഷന് ആദ്യം തന്നെ
എന്തെങ്കിലും ഒരു പ്ലാനിൻ്റെ ഭാഗമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ വളർച്ച ഈ പറയുന്ന ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലും ഇവർ രണ്ട് പേരും അതായത് പുലിക്കുട്ടികളാണ്. ഇവരിൽ ഒരാളെ തകർത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് കുറച്ച് താഴെയും അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്തായാലും തകർക്കാൻ പറ്റൂല, അദ്ദേഹം ഈ പറയുന്ന വടകരയിൽ വിജയിച്ചു MP ആണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇട്ട് കളിച്ചതാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അന്വേഷിക്കണം. നേരെ മറിച്ച് ഇപ്പോൾ ഇതൊക്കെ രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തതാണെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ശിക്ഷിക്കട്ടെ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നമുക്ക് കിട്ടുന്ന നമ്മളൊരു മനുഷ്യന്മാരെന്ന നിലയിൽ കാണുന്ന വാർത്തയും കേൾക്കുന്ന വോയിസും കേൾക്കുമ്പോൾ ഇത് ട്രാപ്പാണ്, രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം കൂടി കേട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അത് തെറ്റുമാണ്. അങ്ങനെ അതിനെ സദാചാരത്തിന്റെ ആംഗിളിലും കാണണ്ട. പക്ഷെ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണ് നോക്കൂ. ആ ചാറ്റ് താങ്കൾ കണ്ടതാണല്ലോ. ആ പെൺകുട്ടിയോട് എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണമെന്ന് പറയുന്നു. ആ കുട്ടിക്ക് അതിന് എതിർപ്പായിരുന്നു സ്വാഭാവികമായിട്ടും. അത് പറ്റില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു. പക്ഷേ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് ആ പെൺകുട്ടി ഒടുവിൽ പ്രഗ്നന്റ് ആവുന്നു. ആ ഘട്ടത്തിൽ വെച്ച് ഇയാൾ പിന്മാറുകയും വൈകാരികമായി കൺവിൻസ് ചെയ്ത് രണ്ടു കൂട്ടരും മ്യൂച്വലായി സംഭവിച്ച കാര്യമാണല്ലോ. ആ നിലയ്ക്ക് അത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ, അവരുടെ ട്രോമ ഒഴിവാക്കിയിരുന്നെങ്കിൽ, അതൊരു മനുഷ്യത്വമല്ലേ രാഹുൽ ഈശ്വർ, അത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ ഡീൽ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പരാതിയിലേക്ക് പോകില്ലായിരുന്നല്ലോ, ഒരു ബ്രേക്കപ്പിലേക്ക് പോകില്ലായിരുന്നല്ലോ. അപ്പോ മാനുഷികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് മാതിരി വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നരകമാക്കിയ സംഭവത്തെ കുറിച്ചാണ് രാഹുൽ ഈശ്വർ ഈ പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ സാധാരണക്കാരെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അതിനു വേണ്ടി ഇടുന്നതാണ്. ഇപ്പോൾ ഭരണവിരുദ്ധത ഉള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ പിടിക്കും, അതിനു വേണ്ടിയിട്ട് 4 വോട്ട് കോൺഗ്രസിന് എങ്ങനെ കുറക്കാം, അതിനു വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണ് ഇത്. ഈ പരാതി കൊടുത്ത പെൺകുട്ടിക്കും അറിയും, അതായത് എല്ലാവർക്കും അറിയാം. ഇത് കോടതിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാരണം ഒരു പെണ്ണിൻ്റെ സമ്മതപ്രകാരമാണ് ശാരീരികമായി ബന്ധപ്പെട്ടത്. രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് കുഞ്ഞ് വേണം, അതായത് കുഞ്ഞ് വേണമെന്ന് പറയുന്നത് നിന്നെ ഞാൻ സ്വീകരിച്ചു, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞ് വേണം. ഇല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞ് വേണമെന്ന് പറയോ? അപ്പോൾ ഈ പെണ്ണിന് വേറൊരു ബന്ധമുണ്ട്, വേറൊരു വിവാഹം കഴിച്ച പെണ്ണാണ്, ഇതൊക്കെ പറയുമ്പോൾ കോടതി കേൾക്കും. അപ്പോൾ ഇങ്ങനെ കേസ് മുന്നോട്ട് പോകില്ല. ഇത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇലക്ഷൻ വരാൻ പോവുകയാണ്, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും പൊന്നു പ്രേക്ഷകരെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.